പോസിറ്റീവ് ആണെന്ന് നീ പറയുന്നു. എന്നൊക്കെ വിളിക്കുന്നതും ഈ കണ്ടുപിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളെ കുറിച്ചാവാം. ഓക്കെ കഴിക്കാം. നിധി, ആ പാലെടുത്ത് കൊടുക്ക്. എന്താ നിധി ഇത്? ഇങ്ങനെ മുഖം വീർപ്പിച്ചിട്ടാണോ പാല് കൊടുക്കുന്നത്? നല്ല പുഞ്ചിരിച്ച് പ്രസന്നതയോടെ വേണ്ട ഇതൊക്കെ ചെയ്യാൻ. ഞാൻ ഇനി ഇതൊക്കെ പറഞ്ഞു തരണോ? പ്രണം, ദാ ഞാൻ കുടിക്കാം. കളിക്കല്ലേ, കുടിക്കാം. ഞാൻ കുടിക്കാം. ശിവാനി, ഏയ് അശോകൻ, എഴുന്നേക്കടി. ഇത്രയ്ക്ക് അഹങ്കാരമായിട്ട് നിനക്ക് അനുസരണയുടെ ഒരു അംശം ഉണ്ടെങ്കിൽ നീ ഇങ്ങനെ കാണിക്കായിരുന്നു. നിങ്ങൾ എന്തായി കാണിക്കുന്നേ? നിങ്ങൾ ഇതിൽ ഇടപെടരുത്. നീയും നിന്റെ അമ്മയും ചേർന്ന് എന്നെ അങ്ങ് വിട്ടിയാക്കാന്ന് കരുതിയല്ലേ? നാണം കെടുത്തി കളയാന്ന് വിചാരിച്ചല്ലേ? നീയൊന്നും ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ലടി. ഞാൻ കൊല്ലും. വിവാഹം കഴിഞ്ഞ് ഈ വീട്ടിലേക്ക് വന്നു കയറിയ ഒരു പെൺകുട്ടിയാണിത്. നിങ്ങളെന്താ അവളെ കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ പോവാണോ? ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കാൻ പോകുന്ന ഇവരുടെ ഇടയിലേക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണോ നിങ്ങൾ ഇവിടെ വന്ന് കയറിയിരിക്കുന്നേ? ജീവിക്കാൻ പോകുന്നു? ആര് ജീവിക്കാൻ പോണു? ഇവളാണോ ജീവിക്കാൻ പോണത്? ദേ, ഒരു കാര്യം ഞാൻ തുറന്നു പറഞ്ഞേക്കാം. ജീവിക്കാൻ വേണ്ടിയല്ല ഇവളിപ്പോ ഇവിടെ വന്ന് കയറിയത്. സർവ്വതും നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ നോക്കിക്കോ, നിങ്ങളുടെ എല്ലാവരുടെയും മനസമാധാനം ഇവള് നശിപ്പിക്കും. മാന്യമായിട്ട് ജീവിക്കണമെന്ന് ഒരാഗ്രഹം ഇല്ലാത്തവളാണ് ഇവള്. അങ്ങനെ ഒരു ബുദ്ധി ഇവൾക്കില്ല.
നിന്റെ ഉദ്ദേശം എന്താണെന്നൊക്കെ എനിക്ക് നന്നായി അറിയാം. ഈ നിൽക്കുന്ന പാവം പയ്യനെ പ്രണയിച്ചതും വിവാഹം ഉറപ്പിച്ചതും പാതിരാത്രി ഒളിച്ചോടിപ്പോയി കല്യാണം കഴിച്ചതും ഒന്നും സമാധാനത്തോടുള്ള ജീവിതത്തിന് വേണ്ടിയല്ലെന്ന് എനിക്കറിയാം. എങ്ങനെയും നിധിയുടെ ജീവിതം നശിപ്പിക്കണം, അത് മാത്രമാണ് ഇവളുടെ ലക്ഷ്യം. എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇവൾ ഈ വിവാഹ വേഷം കെട്ടിയിരിക്കുന്നത് പോലും നിധിയെ ഉന്നമിച്ചിട്ടാണ്. സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുന്ന ഈ കുടുംബത്തിന്റെ സ്വസ്ഥത നിനക്ക് നശിപ്പിക്കണം. എവിടുന്ന് കിട്ടിയടി നിനക്ക് ഈ കുബുദ്ധിയൊക്കെ? ഗൗതം, മോൻ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? എന്തിനാ ഈ കല്യാണം നടക്കാൻ അനുവദിച്ചത്? എന്ത് ചെയ്തിട്ടാണെങ്കിലും ഇതൊന്നും തടയാമായിരുന്നില്ലേ? ഒരു ദുരന്തം ഒഴിവാക്കാമായിരുന്നില്ലേ? ഈ വിവാഹം നടക്കരുതെന്ന് ഈ നിൽക്കുന്ന വസുന്ധരാമ ഒഴിച്ച് ബാക്കി എല്ലാവരും ഒരുപാട് ആഗ്രഹിച്ചതാ. അതിനുവേണ്ടി ഞങ്ങൾ എല്ലാവരും പരമാവധി ശ്രമിച്ചതുമാണെങ്കിൽ, പക്ഷേ രക്ഷിക്കേണ്ടവർ തന്നെ ചതിക്കണി ഒരുക്കിയ പിന്നെന്ത് ചെയ്യാന്? ഇവളൊരു കരിനാഗമാണ്. ഈ പാമ്പിനെ ഈ വീട്ടിൽ കഴിയാൻ നിങ്ങൾ ഇടമൊരുക്കിയാൽ ഇവള് തിരിഞ്ഞു കൊത്തും, എല്ലാരെയും കൊത്തും, കൂട്ടുനിന്നവരെ ഉൾപ്പെടെ. ഇവളെ ഈ വീട്ടിന്റെ വളപ്പിനകത്തേക്ക് പോലും കയറ്റാൻ പാടില്ലായിരുന്നു. വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഇവിടേക്ക് വന്ന് നിന്നപ്പോ അടിച്ചോടിക്കാമായിരുന്നില്ലേ നിങ്ങൾക്ക്? അതെങ്ങനെ പറ്റും? എന്റെ മോൻ തന്നെയല്ലേ താലി കിട്ടി ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ശിവാനി ആരാണെന്ന് ഞങ്ങൾക്ക് നേരത്തെ നല്ലോണം അറിയാം. വന്നു കയറി അകത്തേക്ക് വലതുകാല് വെച്ച് കയറുന്നതിന് മുൻപേ സ്വത്തിന്റെ കണക്ക് പറഞ്ഞു തുടങ്ങുകയും ചെയ്തു. ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം? വരുന്നതെല്ലാം തലേ ചുമക്കല്ലാതെ വേറെ വഴിയില്ല. ഓ, വന്ന് കേറിയപ്പോ തന്നെ നീ നിന്റെ തനി സ്വഭാവം പുറത്തെടുത്തു അല്ലേ? ഈ കുടുംബത്തിന്റെ മനസമാധാനം കെടുത്താൻ അങ്ങനെ ഞാൻ നിന്നെ വിടില്ല ശിവാനി. നിന്റെ കഴുത്തിൽ ഈ താലി ഉണ്ടെങ്കിലല്ലേ ഇവിടുത്തെ മരുമകളാണെന്ന് പറഞ്ഞ് നീ നകളിക്കൂ.